നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. പ്രസിഡന്റിനോട് പരാതി പറയാനെത്തി 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കുരുന്നുകൾ. നടക്കുന്ന വഴിയിൽ പട്ടിശല്യം രൂക്ഷമായതോടെയാണ് കുട്ടികളുടെ പരാതി. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലാണ് കൗതുകം നിറഞ്ഞ സംഭവം ഉണ്ടായത്. വെള്ളിയാഴ്ച 3 മണിയോടെയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സുനിതയുടെ ക്യാബിനിലേക്ക് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കാട്ടാക്കട PR വില്യം ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും കടന്നു വന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ക്യാബിൻ മനസ്സിലാക്കി കുട്ടികൾ 4 പേരും പ്രസിഡന്റിന്റെ മുന്നിലെത്തി. മാമി എന്ന് അഭിസംബോധന ചെയ്ത കുട്ടികൾ തങ്ങൾ കാട്ടാക്കട PR വില്യം സ്കൂളിലെ 5ലും 6ലും പഠിക്കുന്ന അർഷിത്, കാശിനാഥ്, ദേവനന്ദ, കൈലാസ് എന്നിവരാണെന്ന് പരിചയപ്പെടുത്തുകയും സ്കൂളിൽ നിന്നും കാട്ടാക്കട ചൂണ്ടുപലയ്ക്ക് സമീപം മുണ്ട പള്ളിക്കോണം വഴിയാണ് കാഞ്ചീർക്കോണം വീട്ടിലേക്ക് പോകുന്നതെന്നും തങ്ങൾ കാൽനടയായി പോകുമ്പോൾ സ്ഥിരമായി മുണ്ടപ്പള്ളിക്കോണത്തെ ഒരു വീട്ടിലെ ഗോപി എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ 4 വളർത്തുനായ്ക്കൾ തങ്ങളെ കടിക്കാനായി ഓടിക്കുകയും അതുവഴി നടക്കാൻ സമ്മതിക്കുന്നില്ല എന്നും കാശിനാഥന്റെ അമ്മൂമ്മയെ ഒരിക്കൽ പട്ടി കടിച്ചു എന്നും കുട്ടികൾ പറഞ്ഞു. 3 മണിയോടുകൂടിയാണ് ഈ PR വില്യം സ്കൂളിൽ പഠിക്കുന്ന ഈ 4 മക്കള് പഞ്ചായത്തിലേക്ക് കടന്നു വന്നത്. നേരെ എൻ്റെ റൂമിലേക്ക് കടന്നു വരികയായിരുന്നു. അപ്പോൾ ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അവർ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞ് എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ പ്രസിഡന്റ് മാമിയെ കാണാൻ വന്നതാണ്, ഞങ്ങൾ PR വില്യം സ്കൂളിലെ മക്കളാണ്. ഒരു പേരൊക്കെ പറഞ്ഞു. അവർ കഞ്ചൂർക്കോണത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, വിഷമമുണ്ട്, അത് ഞങ്ങൾ പറയാൻ വന്നതാണ്. ഞാൻ പറഞ്ഞ മക്കളെ എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് അവർ പറഞ്ഞിങ്ങനെ പറയട്ടോ മാമി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ധൈര്യത്തോടെ പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അവരിങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ നടന്നു വന്നാലും സൈക്കിളിൽ വന്നാലും ഇവിടെ ഒരു വീട്ടിലെ മുണ്ടപ്പള്ളി ഇവിടെ ഒരു വീട്ടിലെ പട്ടി, ഒരു 3-4 പട്ടികളുണ്ട്. അപ്പോൾ എപ്പോഴും റോഡിൽ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഓടിക്കാറുണ്ട്. സൈക്കിളിൽ പോയാലും ഓടിക്കും, നടന്നു പോയാലും ഓടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നി, ഇങ്ങനെ ഇങ്ങ് വരണമെന്ന് തോന്നി എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് വരണമെന്ന് തോന്നി. അപ്പോൾ ഇത് ഞങ്ങളുടെ പഞ്ചായത്താണല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നു. ഇത് ഞങ്ങളുടെ പഞ്ചായത്താണല്ലോ, വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഉടൻ തന്നെ ഞാൻ സെക്രട്ടറിയും വിളിച്ചു. സെക്രട്ടറിയും സംസാരിച്ചു അവരടുത്ത്. അപ്പോൾ ശാലിനിയുടെ വാർഡിലെ കുട്ടികളാണ്, ശ്രീരേഖമ്പറിന്റെ വാർഡിലെ വീടാണ്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് 2 പേരെയും കൂട്ടി സെക്രട്ടറിയും ഞങ്ങളെല്ലാവരും കൂടെ കിരൺ മെമ്പറും കൂടെ ഉടൻ തന്നെ ഇവിടെ വന്നു. അപ്പോൾ പോവാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിക്കണമെന്ന് ചോദിച്ചു. 3 പേര് വീട്ടിൽ പറഞ്ഞു ഇന്ന് എന്നെ കാണാൻ വരുമെന്ന്. ഒരാളുടെ വീട്ടിൽ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞു മോളുടെ ഉണ്ട്, ഇങ്ങനെ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറേയധികം കാര്യങ്ങൾ അവരോട് ചോദിച്ചു. കാരണം കുട്ടികളുടെയും കൂടെ ആണല്ലോ പഞ്ചായത്ത്, അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ഈ കൊച്ചുമക്കള് നമ്മുടെ PR വില്യം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ അടുത്ത് ഞാൻ ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ഇരിക്കുകയാണ്. എന്താണെന്ന് കാര്യം ചോദിച്ചപ്പോൾ അവർക്ക് നടന്ന് അവർ വരുന്നത് നമ്മുടെ കഞ്ചിയൂർക്കോണം ഭാഗത്ത് നിന്ന് നടന്ന് ഈ മുണ്ടപ്പള്ളിക്കോണം തോട്ടിൻ്റെ അതുവഴിയാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ 4ഓളം പട്ടികളെ വളർത്തുന്നുണ്ട്. ആ പട്ടിയെ അഴിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ഭാഗത്തെത്തുമ്പോൾ മറ്റ് വഴികളൊന്നുമില്ല ഇവർക്ക് പോകാനായിട്ട്. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇവർക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല. പട്ടി ഓട്ടിക്കുന്നു. ഇവരുടെ ബാഗൊക്കെ ഇട്ടിട്ട് ഇവർ ഒത്തിരി പ്രാവശ്യം ഇവർ ഓടി. വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. ഇനി ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 1-2 മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സ്പോട്ട് സന്ദർശിക്കുന്നതിലേക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവരുടെ പരാതി വളരെ അടിസ്ഥാനമുള്ളതാണെന്ന് ബോധ്യപ്പെട്ടു. ഒരു വീട്ടിൽ 4ഓളം പട്ടികളെ വളർത്തുന്നു. ഞങ്ങൾ അവിടെ വന്നു. അവരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പട്ടിക്ക് ലൈസൻസ് ഒന്നും ഇല്ലാതെയാണ് ഇവർ വളർത്തുന്നത്. അത് ഇവർ തെരുവിൽ കൂടെ പോയ പട്ടികളെ ഇവർ വീട്ടിലേക്ക് വന്ന് ഇവർ വളർത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത് അനുവദനീയമല്ല. അപ്പോൾ ഇവരുടെ സുരക്ഷ അത് നടപ്പിലാക്കും. ഇനി ഇവർ ഈ പട്ടിയെ ഇതുവഴി അഴിച്ചുവിട്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസെടുത്ത് ഈ പട്ടികളെ മൊത്തം സീസ് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അതിലേക്ക് വേണ്ടി തന്നെയാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയം ഞാൻ നമ്മുടെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലും അതേപോലെ വെറ്റിനറി ഡോക്ടർക്കും ഇന്ന് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഞാനിത് റിപ്പോർട്ട് ചെയ്യും.